ഹായ്, ഇറ്റ്സ് മോർണിംഗ് 5:45. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഓട്ടടയാണ്. സോ ചൂട് ഓട്ടടയും അതിലേക്ക് ഗ്രീൻ പീസിൻ്റെ കറിയാണ്. ദോക്കുന്ന ലഞ്ചിന് കപ്സ വേണമെന്ന് പറഞ്ഞപ്പോൾ കപ്സയും അതിലേക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി. ലഞ്ച് ബോക്സുകളൊക്കെ സെറ്റാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അത് കഴിഞ്ഞ് ഓളെ യൂണിഫോമൊക്കെ നയാണ് ചെയ്ത് വെച്ചിട്ട് ഓളെ എണീപ്പിക്കണം. ഉറങ്ങണ കണ്ട ഉണർത്താൻ തോന്നൂല, കുറച്ച് നേരം കൂടി ഉറങ്ങിക്കോട്ടേ കരുതും. പിന്നെ വണ്ടി വരാനാകുമ്പോഴത്തേന് റെഡി ആക്കണമല്ലോ. അങ്ങനെ തൊട്ടും തലോടെയൊക്കെ ഉണർത്തി ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പല കഥകളും പറയണം. ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി ഹെയറൊക്കെ ഒന്ന് കെട്ടി കൊടുക്കുകയാണ്. ഇവളുണ്ടല്ലോ തലേന്ന് തന്നെ എല്ലാം ഓർഡർ ഇടും കേട്ടോ. എനിക്ക് നാളെ സ്നാക്സിന് അത് വേണം, ലഞ്ചിന് അത് വേണം, എൻ്റെ മുടി അങ്ങനെ കെട്ടിത്തരണം, അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഓർഡർ ഇടും. അപ്പോൾ ഇന്ന് സ്നാക്സിന് മുട്ടയും പഴം വാട്ടിയതും ലഞ്ചിന് കപ്സയാണ്. അങ്ങനെ ഓക്കുള്ള ബാഗ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് സമയമായപ്പോൾ വണ്ടി വന്ന് ഓള് പോയി. അതിനുശേഷം ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി കാന്താരി ഉണ്ടെങ്കിൽ കുറച്ച് കൊടുക്കേനീന്ന്. തോന്നിയിട്ട് കാര്യമില്ലല്ലോ, വിൽക്കാൻ മാത്രമുള്ള കാന്താരി ഒന്നും ഇല്ല. ആ പറയുന്ന അത്ര തന്നെ വില ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത വില ഉണ്ട് എന്ന് കമൻസ് വായിച്ചപ്പോൾ മനസ്സിലായി. അടുക്കളയിൽ പോകുന്നു, കാന്താരി എടുക്കുന്നു, വെയിൽ തപ്പിയിറങ്ങുന്നു, വെയിലത്തിടുന്നു. ഇനി ഇതുകൂടെ കിടന്ന് ഉണങ്ങട്ടെ, ഉണങ്ങിയിട്ട് അതിൻ്റെ വിത്തെടുത്തിട്ട് മുളപ്പിക്കണം. സോ റംബൂട്ടാൻ, മാംഗോസ്റ്റിംഗ് എന്നിവയ്ക്ക് ശേഷം ഞാൻ പരീക്ഷിക്കുന്നു കാന്താരി. ഇത് കഴിഞ്ഞ് ലഞ്ച് ബോക്സിലേക്ക് ഉണ്ടാക്കിയ കപ്സിൻ്റെ ബാക്കി കഴിച്ച് ഞാനും വർക്കിനിരുന്നു. പണ്ടൊരു ദിവസം ഒരു കാന്താരി എന്നാണ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് വർക്കിനിരുന്നപ്പോൾ മനസ്സിൽ ഫുള്ള് എൻ്റെ കാന്താരി എങ്ങാനും കാക്ക കൊത്തിക്കൊണ്ട് പോകുമെന്നാണ്. നിങ്ങൾക്ക് ഈ വർക്ക് ഫ്രം ഹോമിൻ്റെ മോർ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് DM ചെയ്താൽ മതി കേട്ടോ. എന്നോട് എല്ലാവരും പറയും വർക്ക് ഫ്രം ഹോം അല്ലേ സുഖമല്ലേന്ന്. സുഖം തന്നെയാണ് ഗൈസ്, ബട്ട് അതിനനുസരിച്ചിട്ട് സുഖക്കേടും ഉണ്ട് കേട്ടോ. വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്കുള്ള സമയത്ത് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഗസ്റ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കാനും പറ്റൂല, നമ്മുടെ വർക്കും നിർത്താൻ പറ്റൂല. അങ്ങനെ വന്നോലൊക്കെ പോയതിനു ശേഷം ദൂക്കെന്ന് വരുമ്പോഴത്തേന് നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റെയിനറിലാണ് കേട്ടോ ആവി കയറ്റിയെടുക്കുന്നത്. ചൂട് നൂൽപുട്ട് കണ്ട ആർക്കാ തിന്നാൻ തോന്നാത്തത്. അപ്പോൾ ഞാൻ എനിക്കും കുറച്ച് തേങ്ങക്കെട്ട് ഉണ്ടാക്കി. പിന്നെ ഓക്ക് നൂൽപുട്ട് കൊഴിച്ച് കഴിക്കാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഉണ്ടാക്കി. ഓൾ വന്നതിന് ശേഷം ഒക്കെ സ്കൂളിൽ നിന്ന് കിട്ടിയ ക്രയോൺസും കളറിംഗ് ബുക്കൊക്കെ കാണിച്ചു തന്ന്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടായിന്. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ചിക്കൊക്കെ ഉള്ളത് പറിച്ചു. എന്തൊക്കെയോ ക്ലാസ്സിൽ പരാതികളൊക്കെ പറയുന്നുണ്ട്. ചെറുതും ബാക്കിയുള്ള ചെറിയ കുട്ടികളൊക്കെ പറയും അതാ. പിന്നെ അഹദും പറയില്ല, കുഞ്ഞും ഇത്രയുള്ളോ പറഞ്ഞില്ല. ആരാ പറയാത്തത്? കുഞ്ഞും അറിയാനും ലയ്യാസക്രിയും പിന്നെ അഹദും. ഓക്ക് കൊടുക്കാനുള്ള റാഗിയൊക്കെ ഒന്ന് വെള്ളത്തിട്ട് വെക്കുകയാണ്. ഇപ്പോൾ അവർക്ക് ക്ലാസ് കുറവാണ്, ഓണ പ്രോഗ്രാമുള്ള എന്തോ റിഹേഴ്സലാണ് നടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരികയാണ്. അത് കഴിഞ്ഞ് ഓളൊന്ന് ഫ്രഷ് ആക്കി ഓക്ക് ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. ഗുഡ് നൈറ്റ്, ഐ ലവ് യു, സ്വീറ്റ് ഡ്രീംസ്.